ഹലോ. രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു 3-4 ചപ്പാത്തിയൊക്കെ അധികം വരുമല്ലോ. അപ്പം നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് 4 മണിക്ക് ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് നമുക്ക് 4 മണിക്ക് അങ്ങനെ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കേട്ടോ, ചെറിയൊരു സ്നാക്സ്. അപ്പം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ എടുക്കണേ. അത് കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. അപ്പം നമുക്ക് അതിനുള്ള ആവശ്യത്തിനുള്ള എണ്ണ നമുക്കിപ്പം ഇതിന് പ്രത്യേകിച്ചൊരു മെഷർമെൻറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് നമ്മൾ ചെയ്തെടുക്കുമല്ലേ. അപ്പം നമുക്ക് ഇത്ര എണ്ണ നമുക്ക് ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ആ എണ്ണയിലേക്ക് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. പിന്നെ കുറച്ച് സാധനങ്ങൾ മതി അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഓരോന്നോരോന്ന് നമുക്ക് ഞാൻ പറഞ്ഞുതരാമേ. അപ്പം നമുക്കതിന് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാ പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ മൂത്തിട്ടുണ്ടേ. ആ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂക്കട്ടെ, നമുക്കൊന്ന് കോരിയെടുക്കാം. അത് നമ്മുടെ ചിപ്സ് മൂത്തിട്ടുണ്ടേ. ഇനി നമുക്കതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അത് നമുക്ക് തൊലിയോടുകൂടി തന്നെ ഇടാം കേട്ടോ, തൊലിയൊന്നും പൊട്ടിച്ച് കളയണ്ട. പിന്നെ ഒരു പച്ചമുളക്, അത് രണ്ടും ഒന്ന് മൂക്കട്ടെ, അതിൻ്റെ ആ പച്ച മണവും ആ ചുവയും ഒന്ന് മാറി വരട്ടെ വെളുത്തുള്ളിയുടെ. അത് നമുക്ക് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ കൂടെ നമുക്ക് ബാക്കി സാധനങ്ങളോട് നമുക്ക് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ എന്താ അതിൻ്റെ കൂടെ ഞാൻ 2 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഉണക്കമുളക് കൂടെ ഒന്ന് മൂത്തോട്ടെ. ആ ഉണക്കമുളക് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഉണക്കമുളക് ഇടുന്നത് എന്തിനാണെന്നറിയാമോ, നമുക്ക് ചെറിയൊരു എരിവൊക്കെ വേണമല്ലോ അത് നമ്മൾ കഴിക്കുമ്പോഴത്തേക്കിന്, അതിന് വേണ്ടിയാണ് ഈ ഉണക്കമുളക്. പിന്നെ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു മുളകോട് ചേർത്ത് കൊടുക്കാം കേട്ടോ, അതിൻ്റെ ഒന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ബാക്കി നമുക്ക് ചേർക്കാനുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമുക്ക് അതിനുള്ള കറിവേപ്പിലയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കറിവേപ്പില പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കേണ്ടത് മറക്കരുതേ, കറിവേപ്പില ഇടുന്ന കാര്യം. ഒരു പിടി കറിവേപ്പില മതി കേട്ടോ. ആ കറിവേപ്പില കൊണ്ടൊന്ന് കരിമുരാന്നൊന്ന് മൂത്തോട്ടെ. ആ കറിവേപ്പിലയുടെ മൂത്ത ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു 1-2 തുള്ളി ഉപ്പും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. എന്നാലേ നമുക്കതിൻ്റെ ആ കറക്റ്റ് പരുവത്തിലേക്ക് ഇത് വരത്തുള്ളേ. അപ്പം നമ്മൾ ഉപ്പ് ഒഴിച്ച് കൊടുത്തു, അണ്ടിപ്പരിപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ചിപ്സ് അപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല സാധനമാണ്, ചപ്പാത്തി ഒന്നും കളയണ്ട കേട്ടോ, സൂപ്പർ സാധനം. അപ്പം നമുക്കിനി ചായയുടെ കൂടെ നമുക്ക് കഴിക്കാം. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.